പ്രൈസ് ദ ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ രാത്രികാലം സ്വസ്ഥമായ ഉറക്കം തന്ന് രാവിലെ ഉണർന്നെഴുന്നേൽപ്പാൻ സഹായിച്ച ദൈവത്തിന് നന്ദി പറയാം, സ്തുതിക്കാം. നമ്മുടെ എല്ലാ അവസ്ഥകളും, ഭൂതവും വർത്തമാനവും ഭാവിയും എല്ലാം അറിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അത് സമർത്ഥിക്കുന്ന ധാരാളം ദൈവവചനങ്ങൾ ബൈബിളിൽ കാണുവാൻ കഴിയും. യെശയ്യാവ് 46:10 പറയുന്നു, ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു, എൻ്റെ ആലോചന നിവൃത്തിയാകും. ആരംഭത്തിങ്കൽ തന്നെ അവസാനവും പൂർവകാലത്ത് തന്നെ മേലാൽ സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. തുടർന്ന് സങ്കീർത്തനം 139:16 പറയുന്നു, ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണ് എന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. അമ്മയുടെ ഉദരത്തിൽ നമ്മെ മെടഞ്ഞ ദൈവം നമ്മുടെ ആരംഭവും അവസാനവും എല്ലാം നന്നായി അറിയുന്നു. മത്തായിയുടെ സുവിശേഷം 6:8 വായിക്കുന്നു, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. നമ്മുടെ പ്രാർത്ഥനയുടെ വിഷയം നാം ചോദിക്കും മുമ്പേ ദൈവം അറിയുന്നു. സമാനമായ ധാരാളം ദൈവവചനങ്ങളുണ്ട്. സമയക്കുറവ് കൊണ്ട് എല്ലാം വായിക്കുന്നില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ ചില അനുഭവങ്ങൾ ദൈവം അറിയാതെ സംഭവിച്ചതല്ല എന്ന് മനസ്സിലാകത്തക്ക വിധത്തിൽ നടന്നത് പറയുവാൻ ആഗ്രഹിക്കുന്നു. 1996 ബഹ്റൈനൈസേഷൻ കാരണം ഹസ്ബൻഡിന് ജോലി ചെയ്തിരുന്ന പെട്രോളിയം കമ്പനിയിൽ നിന്ന് വിദേശികളെയൊക്കെയും ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു. അവരുടെ സ്ഥാനത്ത് തദ്ദേശികളെ ജോലിക്ക് വെക്കുവാൻ ഉള്ള ലക്ഷ്യത്തോടെയാണ്. അങ്ങനെ ഹസ്ബൻഡിനും ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പോരേണ്ട അവസ്ഥ വന്നു. ഞങ്ങൾ അതിനായി തയ്യാറായി. ഞങ്ങൾ പാക്ക് ചെയ്ത് നാട്ടിലേക്ക് പോരുവാൻ എല്ലാം തയ്യാറായി. ആ ലാസ്റ്റ് ഡേയിൽ പാസ്റ്ററും ഒരു നാട്ടിൽ നിന്ന് വന്ന ഒരു ഗസ്റ്റ് പാസ്റ്ററും ഞങ്ങളെ പ്രാർത്ഥിച്ചയക്കാനായി വീട്ടിൽ വന്നു. പ്രാർത്ഥനാ മധ്യേ ആ ദൈവദാസൻ ഒരു ദൂത് ഹസ്ബൻഡിനോട് പറഞ്ഞു, ഒരു ബ്രാക്കറ്റ് പീരീഡിലേക്ക് നിന്നെ ഞാൻ നാട്ടിലേക്ക് അയക്കുന്നു. ഇതേ കസേരയിൽ ഇതേ ജോലിയിൽ വീണ്ടും മടക്കി വരുത്തും എന്ന ഒരു ദൂത് ആ പാസ്റ്ററിൽ നിന്ന് കേൾക്കുകയുണ്ടായി. അതെങ്ങനെ സംഭവിക്കും എന്ന് ഞങ്ങൾക്ക് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. തുടർന്ന് 4 വർഷത്തോളം ഞങ്ങൾ നാട്ടിൽ വന്ന് സെറ്റിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥന നാട്ടിലെ ചർച്ചിൽ നടന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് അന്ന് പ്രസംഗ മധ്യേ ഒരു ദൈവദാസൻ വീണ്ടും ഇതേ ദൂത് അറിയിച്ചു, നഷ്ടപ്പെട്ട ജോലി വീണ്ടും മടക്കി കിട്ടും, അവിടേക്ക് തിരിച്ചു പോകും എന്നൊരു ദൂത് വീണ്ടും കേൾക്കുവാനിടയായി. ഈ സമയം ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് എപ്പോഴും ബഹ്റിനിൽ നിന്ന് വിളിച്ചു പറയുമായിരുന്നു, ഇപ്പോഴേ റിട്ടയർ ചെയ്യേണ്ട ആവശ്യം എന്താ, വീണ്ടും ബഹ്റിനിൽ വന്ന് ജോലി നോക്കരുതോ എന്ന് ചോദിക്കുകയും ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ ഈ 2 ദൂതും കേട്ടപ്പോൾ, രണ്ടാമതും ആ ദൂത് തന്നെ കേട്ടപ്പോൾ, അപ്പോൾ ഹസ്ബൻഡ് വിചാരിച്ചു, എങ്കിൽ നാട്ടിൽ ബഹ്റിനിൽ ഒന്നുകൂടെ പോയി ജോലി ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഒരു 3 മാസത്തെ വിസിറ്റിംഗ് വിസയിലേക്ക് ബഹ്റിനിൽ പോയി. അവിടെ ചെന്ന് പലയിടത്തും ആപ്ലിക്കേഷനൊക്കെ കൊടുത്തു. എന്നാൽ ജോലിയൊന്നും ഓപ്പണായി വന്നില്ല. പഴയ കമ്പനിയിലും കൊടുത്തിരുന്നു. അതിന് ശേഷം 3 മാസം കഴിഞ്ഞപ്പോൾ നാട്ടിലേക്ക് വന്നു. 1 മാസം നിന്നിട്ട് എല്ലാവരും പറഞ്ഞു, 1 വർഷമെങ്കിലും വിസ എടുത്ത് നിൽക്ക്, ചില പുതിയ കമ്പനികളൊക്കെ ഓപ്പണായി വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് വീണ്ടും 1 മാസം കഴിഞ്ഞ് 1 വർഷത്തെ വിസിറ്റിംഗ് വിസയിലെടുത്ത് ബഹ്റിനിലേക്ക് പോകുവാൻ ഇടയായി. അങ്ങനെ 1-2 മാസമായിട്ടും ജോലി അന്വേഷിച്ചു കിട്ടിയില്ല. ആ സമയം ഞാൻ ഭവനത്തിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരുന്നു. അങ്ങനെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, വാഗ്ദത്തം നിറവേറുവാൻ തടസ്സമായി എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലെ കുറവ് കൊണ്ടാണോ എന്ന് ദൈവത്തിൻ്റെ
ദൈവത്തോട് പ്രാർത്ഥനയിൽ ചോദിച്ചു, വചനത്തിൽ കൂടെ സംസാരിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ ബൈബിൾ തുറന്ന് വായിച്ചത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇവയൊക്കെയും കിട്ടും. ഇതെന്താണെന്ന് ആദ്യം മനസ്സിലായില്ല. കുറേയേറെ ദൈവസന്നിധിയിൽ ഇരുന്ന് ധ്യാനിച്ചപ്പോൾ മനസ്സിലായത്, ഞങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളാകണം. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തിയതൊക്കെയും കർത്താവിൻ്റെ നാമമഹത്വത്തിനായി മറ്റുള്ളവരോട് പ്രസ്താവിക്കണം. അത് അറിഞ്ഞപ്പോൾ ഞാൻ അതിനെ സമർപ്പിച്ചു. എന്നിട്ട് അടുത്ത ആഴ്ച ഞാൻ ചർച്ചിൽ പോകാൻ നേരം ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇത് ദൈവം എന്നോട് തന്നെ സംസാരിച്ചതാണെങ്കിൽ ഇന്നത്തെ ദൈവവചനത്തിലും കൂടെ അത് കേൾപ്പിക്കണം എന്ന് പറഞ്ഞാണ് പ്രാർത്ഥിച്ചു പോയത്. അന്ന് പ്രസംഗ മധ്യേ ദൈവദാസൻ ഒരു ദൂത് വിളിച്ചു പറഞ്ഞു, ഈ സഭയിൽ നിന്ന് ആരെയോ ദൈവം വേലയ്ക്ക് കണ്ടിട്ടുണ്ട്, അതിന് സമർപ്പിച്ചില്ലെങ്കിൽ ദേശത്ത് പരസ്യകോലമാക്കും. അപ്പം ഞാൻ ചോദിച്ചു എന്ന ഒരു വിഷയത്തിന് മറുപടി കിട്ടിയതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ സാക്ഷിയാകണം, കർത്താവിൻ്റെ വേല ചെയ്യണം എന്നുള്ള ഒരു ഉറപ്പ് ഒരിക്കൽ കൂടെ ലഭിച്ചു. അത് ഞാൻ ഹസ്ബൻഡിനോട് വിളിച്ചു പറഞ്ഞു. എന്നാൽ എനിക്കറിയാം അങ്ങനെ പെട്ടെന്നൊന്നും കാര്യം ഏറ്റെടുക്കുന്ന ആളല്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഈ വിഷയം ഒന്നും തിരിച്ച് പറഞ്ഞില്ല. ഞാൻ എന്നിട്ട് ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും പിന്നെയും കണ്ടിന്യൂ ചെയ്തു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ, നീ തന്നെ ഇത് ദാസനെ അറിയിക്കണം. ഏതെങ്കിലും ദൈവദാസന്മാരിൽ കൂടെ ആലോചനയായിട്ടോ ദർശനത്തിൽ കൂടെയോ ദൈവം തന്നെ ഇത് അറിയിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അടുത്ത ദിവസം വിളിച്ചപ്പം എന്നോട് പറഞ്ഞത്, ഞാനൊരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഒരു വചനം എഴുതി കാണിച്ചു. ആ വചനം വായിക്കാം. 1 പത്രോസ് 5:2. അതിങ്ങനെ എഴുതിയിരിക്കുന്നു. 1 പത്രോസ് 5:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. രാവിലെ ആ ബൈബിൾ എടുത്തു, അത് വായിക്കുകയും ചെയ്തു. അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവീൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാം വണ്ണം മനഃപൂർവമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവീൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇത് വായിച്ചു കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. ദൈവം ആ ആലോചന തന്നെ അറിയിച്ചു. നിർബന്ധത്താലല്ല, ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ കർത്താവിൻ്റെ വേല ചെയ്യുവീൻ എന്ന ആ ദൂത് ദൈവം തന്നെ ദാസനോട് ഇടപെട്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അതിന് സമർപ്പിച്ചു എന്ന് ഞാനും വിചാരിക്കുന്നു. തുടർന്ന് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും നിർബന്ധിക്കുന്നു, കിട്ടുന്ന ജോലി എടുക്കുക. അപ്പം ഞാൻ അതിന് ചിലപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുമെന്നും പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാൻ ആ ഉപവാസ പ്രാർത്ഥന അവിടെ ചർച്ചിൽ കണ്ടിന്യൂ ചെയ്ത് ഒരു 2 ആഴ്ചത്തെ ഉണ്ട്. അപ്പം ഞാൻ വീണ്ടും ഒരാഴ്ചയൂടെ കഴിഞ്ഞ് വീണ്ടും ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പോൾ ഗസ്റ്റായിട്ട് വന്നൊരു പാസ്റ്റർ എന്നെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, മരുഭൂമിയിൽ ഞാൻ നീരുറവളെ തുറക്കുവാൻ പോകുന്നു. അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ ഒരു വചനമാണ്, മരുഭൂമിയിൽ ഞാൻ നീരുറവളെ തുറക്കും, നിർജ്ജന പ്രദേശത്ത് ഞാൻ വഴികൾ ഒരുക്കും. ആ വചനം പറഞ്ഞുകൊണ്ട് അത് സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവ് എന്തോ നന്മ ചെയ്യുവാൻ പോകുന്നു, ജോലിയുടെ എന്തെങ്കിലും ലഭിക്കാനായിട്ടായിരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അടുത്ത ദിവസം പിന്നെയും വിളിച്ചപ്പോൾ കേട്ടത്, ആ പ്രൈവറ്റ് കമ്പനിയിലെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനായിട്ട് അദ്ദേഹം പേന എടുത്ത സമയത്ത് നേരത്തെ ജോലി ചെയ്ത പെട്രോളിയം കമ്പനിയിലെ മാനേജർ വിളിച്ചു. നീ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാനത് കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ സൈൻ ചെയ്യാൻ വരട്ടെ, വീട്ടിൽ ചെന്നിട്ട് നീ എന്നെ ഒന്ന് മടക്കി വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡിനോ കാര്യമായിട്ട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട്, ഇപ്പോൾ സൈൻ ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ടും, ഇപ്പോൾ സൈൻ ചെയ്യാൻ പോകുന്ന ആ കമ്പനിയിലെ മാനേജർ ഫ്രണ്ടിൻ്റെ പരിചയക്കാരനായിരുന്നതുകൊണ്ട് അദ്ദേഹത്തോട് ഞാൻ ബോസിനെ വിളിച്ചിട്ട് നാളെ ഒന്ന് സൈൻ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ച് അങ്ങനെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാതെ പുറത്തിറങ്ങി ബോസിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിൻ്റെ പഴയ നീ ജോലി ചെയ്തിരുന്ന ആ കോൺട്രാക്റ്റ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട്. സംഭവിച്ചത്
4 വർഷം മുമ്പ് ഹസ്ബൻഡ് ജോലി നഷ്ടപ്പെട്ടപ്പോൾ ജോലിയിൽ ചെയ്തിരുന്ന ഒരു ബഹ്റൈനി ലേഡിയായിരുന്നു. സഹോദരിക്ക് 6 മാസം മുമ്പ് ക്യാൻസർ ആയി ട്രീറ്റ്മെൻറ്റിലായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ഒരാഴ്ച മുമ്പ് ആ സഹോദരി മരണപ്പെട്ടു. അങ്ങനെ ആ സ്ഥലം വേക്കൻ്റ് ആയിട്ട് വന്നിരിക്കുന്നതുകൊണ്ട് കമ്പനിയിൽ ആരോ പറഞ്ഞു ജേക്കബ് സ്ഥലത്തുണ്ട്, അപ്പം പരിചയമുള്ള ആളെ തന്നെ അവർ ഇൻ്റർവ്യൂ ചെയ്ത് ആ ജോലിയിൽ വെക്കാനായിട്ട് വിളിച്ചതാണ്. അങ്ങനെ ഇൻ്റർവ്യൂവിന് കടന്നിരുന്നു. അടുത്ത ദിവസം ജോലി പ്രവേശിക്കുവാനും ദൈവം സാധിച്ചു. അപ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ആ വാഗ്ദാനം നിറവേറുകയായിരുന്നു. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും നൽകി തരുമെന്ന് ദൈവം സംസാരിച്ചപ്പോൾ അതിന് സമർപ്പിച്ച് കർത്താവിൻ്റെ സാക്ഷിയാവുവാൻ തുടങ്ങി. ദൈവത്തിനായി പ്രയോജനപ്പെടുന്നു എന്ന് ദൈവം കണ്ടു കഴിഞ്ഞപ്പോൾ ആ പ്രോമിസും നിറവേറ്റുവാൻ ദൈവം ഇടയാക്കി. അതേ കസേരയിൽ ബഹ്റിൻ്റെ പ്രദേശത്ത് മടക്കി അയക്കും, അതേ കസേരയിൽ ജോലിക്ക് ഇരുത്തും എന്ന വാഗ്ദാനം 2 പ്രവാചകന്മാരിൽ കൂടെ പറഞ്ഞത് നിവൃത്തിയാകുവാൻ ഇടയായി. അപ്പോൾ ഒരു വചനമുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു. ഇവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയുടെ വാതിൽ അടഞ്ഞു എങ്കിലും അതൊരു നന്മയ്ക്കായി തീർന്നു. അതിനുശേഷം കൂടുതൽ പ്രാർത്ഥിക്കാനും ഉപസിക്കാനും ഒക്കെ ഇടയായി. ജോലി സമയത്ത് അന്വേഷിച്ച സമയത്ത് കർത്താവിൻ്റെ ശബ്ദം കേൾക്കുവാനിടയായി. ദൈവത്തിന് വേണ്ടി വചനത്തിന് മുമ്പാകെ സമർപ്പിച്ച് ആത്മീയമായ ഒരു ഉയർച്ചയ്ക്ക് കാരണമായി കർത്താവിൻ്റെ സാക്ഷിയാകുവാനായിട്ട്, അങ്ങനെ ദൈവത്തെ ഘോഷിക്കുവാനും ദൈവത്തിൻ്റെ നാമത്തെ കീർത്തിക്കുവാനും ഇടയായി. അങ്ങനെ ഒരു ആത്മീയ ഉയർച്ചയും ഭൗമിക ഉയർച്ചയും അതോടുകൂടെ ലഭിക്കുമായിരുന്നു. അപ്പം നന്മയുടെ വാതിലൊന്നു അടഞ്ഞു. അവൻ്റെ വചനം അല്ലെങ്കിൽ ആലോചന കേട്ടു, ആലോചനയുടെ മുമ്പാകെ സമർപ്പിച്ച് ദൈവവേല ചെയ്തു തുടങ്ങിയപ്പോൾ, കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ തുടങ്ങിയപ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. ആ നന്മ ഞങ്ങളുടെ കയ്യിൽ മടക്കി തന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു. ഒരു വചനമുണ്ട്, നിങ്ങൾക്ക് ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് 29:11 വായിച്ചത്. അപ്പം നമുക്ക് ശുഭഭാവി വരുവാൻ തക്കവണ്ണമാണ് ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ. നന്മയുടെ വാതിൽ അടച്ചുവെങ്കിലും അത് തിന്മയ്ക്കായിരുന്നില്ല. കൂടുതൽ ആത്മീയ ഉയർച്ചയിലേക്ക് നയിക്കുവാനും നഷ്ടപ്പെട്ട ജോലി വീണ്ടും ആ നന്മ തിരികെ തരുവാനും നമ്മെ മാനിക്കുവാനും ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് പറയുവാൻ കഴിയുന്നു. ആകയാൽ സകല മഹത്വവും ദൈവത്തിന് അർപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലസ് യു.